ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഹൈക്കോടതി വിമർശനത്തിന് പിന്നാലെ റിപ്പോർട്ടിന്റെ സമ്പൂർണ്ണ പകർപ്പ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിക്കും. ഇതുവരെ ലഭിച്ച പരാതികളിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്നത് സംബന്ധിച്ച് SIT, അതായത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, സർക്കാരിന് റിപ്പോർട്ട് കൊടുക്കും. ശ്യാംകുമാർ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ശ്യാം, ഗുഡ് മോർണിംഗ്. പറയൂ ശ്യാം, വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ്. ഇന്നലെ ഹൈക്കോടതിയിൽ നിന്ന് സർക്കാരിന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പേരിൽ രൂക്ഷ വിമർശനങ്ങളാണ് ഏൽക്കേണ്ടി വന്നത്. അതിന് പിന്നാലെയാണ് ഹൈക്കോടതി തന്നെ SITക്ക് സമ്പൂർണ്ണ റിപ്പോർട്ട് നൽകാനായിട്ട് സർക്കാരിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുവരെ SITക്ക് ഈ കേസിൻ്റെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വിശദമായ അന്വേഷണം നടത്തിക്കൊണ്ടിരുന്ന SITക്ക് കയ്യിൽ കിട്ടാതിരുന്ന ഹേമ കമ്മിറ്റിയുടെ സമ്പൂർണ്ണ റിപ്പോർട്ട് ലഭിക്കാനുള്ള സാഹചര്യം ഒരുങ്ങുകയാണ്. ഇതോടുകൂടി ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങളിൽ കൂടി, പരാതികളിൽ കൂടി കേസെടുക്കേണ്ട ഒരു ചുമതല കൂടി SITക്ക് വരും. അതിനു പുറമെ ഇതുവരെ എന്ത് ചെയ്തു എന്നത് സംബന്ധിച്ച് SIT ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം സർക്കാരിന് റിപ്പോർട്ട് നൽകും. ഈ റിപ്പോർട്ട് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാകും സർക്കാർ 2 ആഴ്ചയ്ക്കകം ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകുകയും എതിർ സത്യവാങ്മൂലങ്ങൾ നൽകുകയും ചെയ്യുക. ഏതായാലും ഹൈക്കോടതിയുടെ ഇടപെടൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ പുതിയ തലങ്ങളിലേക്ക് നീങ്ങുകയാണ്. ഇതുവരെ സംസ്ഥാന സർക്കാർ പ്രത്യേക സംഘം എന്നത് സംബന്ധിച്ച് വിജ്ഞാപനം പോലും ഇറക്കിയിരുന്നില്ല. അതുമായി ബന്ധപ്പെട്ട ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം മറികടന്നുകൊണ്ട് കൂടുതൽ മേഖലകളിലേക്ക് SITക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള അവസരമാണ് ഇന്നലത്തെ ഹൈക്കോടതിയുടെ നിർദ്ദേശത്തോടുകൂടി വരുന്നത്. ഏതായാലും 2 ആഴ്ചക്കകം ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ ഹൈക്കോടതിയിലൂടെ പുറത്തു വരും എന്നുള്ളതാണ് നമുക്കും പ്രതീക്ഷിക്കാവുന്നത്. SKN. ഓക്കെ, താങ്ക് യു ശ്യാംകുമാർ.